Hi students, ഞാൻ മേഘ. Maven Institute of Studiesന്റെ പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 CBSE ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ് മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലാണ് എല്ലാവർക്കും എക്സാം, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 2 മാസമേ ഉള്ളൂ. അപ്പം റിവിഷൻസ് ഒക്കെ ഓൾറെഡി എല്ലാ സ്കൂൾസിലും കഴിഞ്ഞ് പ്രീ ബോർഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തിയറീസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം അതിൻ്റെ അത് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും അത് ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഏതൊരു എക്സാം എഴുതുമ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളൊരു എൻട്രൻസ് എക്സാം എഴുതുമ്പോഴാണെങ്കിലും ശരി, ബോർഡ് എക്സാംസ് എഴുതുമ്പോഴാണെങ്കിലും ശരി, ഏത് എക്സാം എഴുതുമ്പോഴാണെങ്കിലും ശരി, നിങ്ങളെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈവൻ UPSC എക്സാംസ് എഴുതുമ്പോൾ പോലും ഇത്ര വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ എല്ലാവർക്കും നേടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോ സീരീസ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 2019 മുതൽ 2025 വരെ വന്നിരിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസുമാണ് നിങ്ങളിലായിട്ട് നമ്മൾ എത്തിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഓരോ ലാസ്റ്റ് ഒരു 3-4 വർഷങ്ങളായിട്ട് ഫിസിക്സ് പരീക്ഷ ഭയങ്കര ടഫാണ്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇൻ ദ സെൻസ് സിലബസിൻ്റെ പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ കൂടെ എന്താ പറയുക, JEE ലെവലിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അപ്പം എല്ലാം നിങ്ങളുടെ മുമ്പിലൊന്ന് കാണിച്ച് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും എല്ലാ സൊല്യൂഷൻസും ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നമ്മളിങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതലും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ഒരു മോട്ടീവ് നമുക്ക് ഉണ്ടാവുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അതും നമ്മൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 point charges 3 microcoulomb and 4 microcoulomb are kept in air at 0.3, and 0.3 meter in XY plane. Find the magnitude and direction of the net electric field produced at the origin 0. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാവരും കണ്ടു. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 2 point charges 3 microcoulomb and 4 microcoulomb are kept in air at 0.30 meter. 2 ചാർജസ് ആണ്. ഒന്ന് 3 microcoulomb and 4 microcoulomb. 2 പോയിന്റിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇത് വെച്ചിരിക്കുന്നത് 0.30 എക്സ് ആക്സിസിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്നത് Y ആക്സിസിലാണ് 0.3 മീറ്റർ തന്നെ ഫ്രം ദ ഒറിജിനിൽ നിന്നും ഇത്രയും ഇവിടെയാണ് ഈ 2 പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് find the magnitude and direction of the net electric field at the origin. ഒറിജിനിൽ ഉണ്ടാവുന്ന, അതായത് ഇതാണ് നമ്മുടെ ഒറിജിൻ. ഈ 2 ചാർജ് കാരണം ഈ ഒറിജിനിൽ ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഓക്കെ, സോ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. സോ നമ്മൾ ഡയറക്ഷൻ നോക്കുക ആദ്യം. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഈ 3 microcoulomb കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആദ്യം ഏതാണെന്ന് ആലോചിക്കുക. ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജാണ് ഉണ്ടാവുക. സോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, എവേ ഫ്രം ദ ചാർജ്. സോ ഞാനത് E1 എടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1 ചാർജ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q2 ചാർജ്. ദിസ് ഈസ് ഓൾസോ എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. അങ്ങോട്ടായിരിക്കില്ല, ടുവേർഡ്സ് ആയിരിക്കില്ല, എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. സോ അതും താഴത്തോട്ടായിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് E2. ഓക്കെ, അപ്പം E1ഉം E2 രണ്ട് ഡയറക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. വെക്ടേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലോഗ്രാം ലോ എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പാരലോഗ്രാം ലോ എന്താണ് പറയുന്നത്? ഇഫ് 2 vectors
ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, ഒരു പാരലോഗ്രത്തിൻ്റെ രണ്ട് സൈഡ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എ ഇത് ബി, സോ എയും ബിയും ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് വെക്ടേഴ്സ്. അതിനാണെങ്കിൽ എയും ബിയുടെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ ആയിരിക്കും. ഓക്കെ, ഡയഗണലാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് ചാപ്റ്റർ എടുത്താലും രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് ഈ E1ഉം E2 എന്നുള്ള വെക്ടേഴ്സ് ആണ്. ആൻഡ് വി നോ ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ E1 ആൻഡ് E2 ഇസ് 90 ഡിഗ്രി. ഓക്കെ, E1 E2 തമ്മിൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. E1 എന്ന് പറയുന്നത് Q1 ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഫോർമുല 1/4πε0 Q/r². നമുക്കറിയാം, ആ ഫോർമുല യൂസ് ചെയ്യുക. സോ 1/4πε0 K എന്ന് എഴുതുക, Q1/r². അപ്പം 1/4πε0 വാല്യൂ 9 × 10⁻⁹. Q1 എന്ന് പറഞ്ഞാൽ 3 മൈക്രോ കുളമ്പാണ്. സോ 3 × 10⁻⁻6 ഡിവൈഡഡ് ബൈ r². r² എന്ന് പറഞ്ഞാൽ 0.3 സ്ക്വയർ. അതുപോലെ തന്നെ E2 എടുക്കുമ്പോൾ E2യുടെ മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷൻ എടുക്കുന്നില്ല. E2 എന്ന് പറഞ്ഞാൽ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് KQ2/r². അപ്പോൾ 9 × 10⁻⁹ 1/4πε0 വാല്യൂ ആണ് ഇൻറ്റു Q2 is 4 മൈക്രോ കൂളം, 4 × 10⁻⁻6 ഡിവൈഡഡ് ബൈ r². ദാറ്റ് ഈസ് ഓൾസോ, ഈ ചാർജും 0.3 മീറ്ററിൽ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. സോ ആ ഡിസ്റ്റൻസും 0.3യുടെ സ്ക്വയർ ആണ്. സോ E1ഉം E2ഉം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 × 10⁵. സോറി, ഇതല്ല, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ആൻഡ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ വരുന്നത് നെഗറ്റീവ് x ഡയറക്ഷനാണ്, അതുകൊണ്ട് -i∗ എന്ന് വരും. ഇവിടെ ആണെങ്കിൽ നെഗറ്റീവ് y ഡയറക്ഷനാണ്, -j∗. അതിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല. ഓക്കെ, സോ E1ഉം E2ഉം കിട്ടി. ഇത് നമുക്ക് നമ്മുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് E1² പ്ലസ് E2² പ്ലസ് 2E1 E2 കോസ് തീറ്റ. ഹിയർ തീറ്റ ഇസ് 90 ഡിഗ്രി, cos 90 0 ആണ്. സോ ഈ ടേം ക്യാൻസൽ ആവും. സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് E = റൂട്ട് ഓഫ് E1² പ്ലസ് E2². ദാറ്റ് ഈസ് E = റൂട്ട് ഓഫ് 3 × 10⁵ the whole square plus 4 × 10⁵ the whole square. 4 × 10⁵ the whole square. ഇത് സോൾവ് ചെയ്യുക എല്ലാവരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 × 10⁵ ന്യൂട്ടൺ പെർ കുളം. 5 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ഇതാണ് റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് ഓർ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ടൻ്റും എക്സ് ആക്സിസും ഈ ആംഗിൾ കണ്ടുപിടിക്കണം. റിസൾട്ടൻ്റിൻ്റെ ഡയറക്ഷനാണ് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദ വെക്ടർ എ അല്ലെങ്കിൽ എക്സ് ആക്സിസ്. സോ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ നോക്കിയാൽ ഞാനിവിടെ പാരലോഗ്രാം ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ E1 ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് അവർ റിസൾട്ടൻ്റ് വെക്ടർ E. എനിക്ക് ഈ ആംഗിൾ അറിയണം, തീറ്റ നമുക്ക് ആൽഫ എന്ന് എടുക്കാം. ഈ ആംഗിൾ അറിയണം. ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് E1 ആണ് ആൻഡ് ദിസ് ഇസ് E2. ഇത് E2 ആണെങ്കിൽ ഇതും E2 ആയിരിക്കും. ഓക്കെ, ഇത് E1, ഇത് E2. ഇത് E2 ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഓൾസോ E2. സോ എനിക്ക് ഓപ്പോസിറ്റും ആൽഫയാണ് അറിയേണ്ടത്. ആൽഫയുടെ ഓപ്പോസിറ്റും എനിക്കറിയാം, അഡ്ജസൻറ്റും ഓപ്പോസിറ്റ് സൈഡും എനിക്കറിയാം, അഡ്ജസൻറ്റ് സൈഡും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാൻ ആൽഫ എടുക്കുക. ആൽഫ കണ്ടുപിടിക്കാൻ ടാൻ ആൽഫ എടുക്കുക. സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ആൽഫയുടെ ഓപ്പോസിറ്റ് E2, അഡ്ജസൻറ്റ് E1, E2/E1. E2 is 4 × 10⁵ and E1 is 3 × 10⁵. So 10⁵ cancel ചെയ്താൽ tan alpha = 4/3 or alpha = tan inverse 4/3. Tan inverse 4/3. Okay, this is the direction of the
or direction of the net electric field. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ വരുന്നത്, which is along negative x-axis. നെഗറ്റീവ് x-axis അല്ല, tan inverse 4/3. അത്രയും മതി, അത്ര എഴുതിയാൽ മതി, tan inverse 4/3. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കാം. Two large plane sheets P1 and P2 having charge densities plus sigma and minus 3 sigma respectively are arranged parallel to each other as shown in the figure. Find the net electric field at points A, B and C. അതായത് ഇവിടെ രണ്ട് ചാർജ് ഷീറ്റ്സ് ഉണ്ട് കേട്ടോ, രണ്ട് ചാർജ് ഷീറ്റ് ഉണ്ട്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ് ഷീറ്റാണ്, നെഗറ്റീവ്ലി ചാർജ് ഷീറ്റാണ്. ആൻഡ് ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്കറിയാം, സിഗ്മ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ചാർജ് ബൈ ഏരിയ. സോ ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ ആൻഡ് ദിസ് ഇസ് മൈനസ് 3 സിഗ്മ. ഓക്കെ, അപ്പം ഈ രണ്ട് ചാർജ് ഷീറ്റും ഉണ്ട്. എയിലുണ്ടാകുന്ന, ബിയിലുണ്ടാകുന്ന, സിയിലുണ്ടാകുന്ന ഈ 3 പോയിന്റ്സിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്നുള്ളതാണ്. ഫൈനൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ്സ് എ, ബി ആൻഡ് സി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ സൊല്യൂഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട്. നമ്മൾ ഇതാണ്, രണ്ട് ചാർജ് ഷീറ്റാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി, ഒന്ന് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി. ഞാൻ പറഞ്ഞു എ, ബി, സി ഈ 3 പോയിന്റ്സിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ electric field due to a charged sheet, due to a plane charged sheet, equation നിങ്ങൾക്ക് അറിയാം. ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. E = σ/2ε0. ഡെറിവേഷൻസ് നന്നായി പഠിക്കണം. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഡെറിവേഷൻസും പഠിച്ചു പോവുക. ഡെറിവേഷൻസ് എല്ലാ ഡെറിവേഷൻസും ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ E = ഒരു ചാർജ് ഷീറ്റ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുലയാണ് σ/2ε0. അപ്പോൾ നമുക്കിവിടെ രണ്ട് ചാർജ് ഷീറ്റ് ഉണ്ട്. ഇവിടെ നോക്കാം, ആദ്യം നമുക്ക് എ എന്നുള്ള പോയിന്റ് എടുക്കാം. അറ്റ് എ ഇതൊരു പോസിറ്റീവ് ചാർജ് ഷീറ്റാണ്, ഇതൊരു നെഗറ്റീവ് ചാർജ് ഷീറ്റാണ്. പോസിറ്റീവ് ചാർജ് ഷീറ്റ് കൊണ്ട് ഈ ഫസ്റ്റ് P1 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, എയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പം ഇതായിരിക്കും E1ൻ്റെ ഡയറക്ഷൻ. ആൻഡ് ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും. അപ്പം ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് അവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടായിരിക്കും. സോ E2. അപ്പം E1ഉം E2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ടോട്ടൽ കണ്ടുപിടിക്കാൻ രണ്ടും കൂടി മൈനസ് ചെയ്യുക. രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. മറ്റേ വെക്ടറിലൂടെ ആവശ്യമൊന്നുമില്ല, ഓപ്പോസിറ്റ് നേരെയും വന്നാലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. സെയിം ഡയറക്ഷനാണെങ്കിൽ ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പം E1 E2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E = E1 - E2. E1 - E2 അല്ലെങ്കിൽ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. ഓക്കെ, സോ നെഗറ്റീവ് മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് E1 എത്രയാണ്, E2 എത്രയാണെന്ന് എഴുതാം. E1 എന്ന് പറഞ്ഞാൽ ഈ ചാർജ് ഷീറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആയതുകൊണ്ട് σ/2ε0. ആൻഡ് E2 എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി 3 സിഗ്മയാണ്. സോ 3 σ/2ε0. ഓക്കെ, അത് എല്ലാ കേസിലും സെയിം ആയിരിക്കും. ഇനി എ എന്നുള്ള പോയിന്റിൽ ഈ E1ഉം E2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് ഇത് മൈനസ് ചെയ്യാം, വലുതെന്ന് ചെറുത് കുറയ്ക്കുക. സോ E2 - E1. സോ E = E2 - E1. അപ്പം 3 σ/2ε0 - σ/2ε0. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ വെറുതെ മൈനസ് ചെയ്താൽ മതി. 3 σ - σ 2 σ/2ε0. 2 ക്യാൻസൽ ആവും. So the resultant electric field at A is σ/ε0. ഏത് ഡയറക്ഷനിലാണ്, അതായത് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? 3 σ/ε0. E2 ആണ് മാഗ്നിറ്റ്യൂഡ് വൈസ് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E2ൻ്റെ ഡയറക്ഷനിലായിരിക്കും. സോ I cap. E2 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലോട്ടാണ്. E1ഉം E2ഉം നോക്കിക്കഴിഞ്ഞാൽ E2 ആണ് വലുത്, E1 ആണ് ചെറുത്. സോ റിസൾട്ടന്റ് എന്ന് പറയുന്നത് വലുതിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. സോ I cap. അതാണ് അറ്റ് എ. ഇനി അറ്റ് ബി എന്നുള്ള പോയിന്റിലേക്ക് വരാം. ബി എന്നുള്ള പോയിന്റിൽ നമ്മൾ നോക്കിയാൽ P1 കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, P1 പോസിറ്റീവ് ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം P1 കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. സോ E1ൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടായിരിക്കും. ആൻഡ്
P2 എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ P2 കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും. അപ്പോൾ ടുവേർഡ്സ് ദ ചാർജ് എന്ന് പറഞ്ഞാൽ അതും ഇത് നെഗറ്റീവ് ചാർജ് ആണ്. സോ ടുവേർഡ്സ് ദ ചാർജ്. അപ്പോൾ E2ന്റെ ഡയറക്ഷനും അങ്ങോട്ടായിരിക്കും. Since they are in the same direction, the resultant electric field is the sum of the two vectors, that is E equal to E1 plus E2. രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ E1 ഉം E2ന്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് 3 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 സിഗ്മ പ്ലസ് സിഗ്മ 4 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 or it is 2 sigma by epsilon 0. 2 sigma by epsilon 0. And രണ്ടും right side ലോട്ടാണ്. So resultant is also along positive x direction, that is towards right. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷനും I cap. ഓക്കെ, ഇനി തേർഡ് വൺ സി. സിയിലുള്ളത് എന്താണ് വരിക? സിയിൽ നമുക്ക് നോക്കാം. നമുക്ക് സിയിൽ പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് ആണ്. സോ അത് റൈറ്റ് സൈഡിലോട്ട്. നെഗറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് ആണ്. നെഗറ്റീവ് അവിടെ ആയതുകൊണ്ട് അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. E1 ആൻഡ് E2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സി ഇസ് ഗിവൺ ബൈ E ഈക്വൽ ടു E2 മൈനസ് E1. വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുത് E2 ആണ്. സോ 3 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. Sigma by 2 epsilon 0. So you will get 2 sigma by 2 epsilon 0 and the resultant direction along E2. E2 എങ്ങോട്ടാണോ അതായിരിക്കും ഡയറക്ഷൻ. E2 അങ്ങോട്ടാണ്, ലെഫ്റ്റിലോട്ടാണ്. So the resultant electric field is along negative x direction. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഐ ക്യാപ്പ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച വീഡിയോ മനസ്സിലായാലും ഒന്നും കൂടെ കേട്ട് നോക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഡൈപോൾ. ഡൈപോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 2 equal and opposite charges separated by a small distance. അല്ലേ, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പം അതിനെക്കുറിച്ചാണ്, ഡൈപോളിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയണ്ട. നമുക്ക് നേരെ ഫസ്റ്റ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും നോക്കാം. സോ ഈ ആദ്യം കാണുന്നതാണ്, ഇതാണ് ആദ്യത്തെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ. സോ എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കാം. 2 identical electrical dipoles, each consisting of minus q and plus q, separated by a distance d, are arranged in xy plane such that their negative charges lie at the origin O and positive charges lie at the points D0 and 0D respectively. The net dipole moment of the system is. രണ്ട് ചാർജസ്, അതായത് ഡൈപോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ചാർജാണ്. ഒന്ന് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ ചാർജാണ്. അപ്പോൾ ഈ രണ്ട് ചാർജ് അവർ തമ്മിൽ ഡിസ്റ്റൻസ് D ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ ആർ പ്ലേസ്ഡ് ഇൻ XY പ്ലെയിൻ സച്ച് ദാറ്റ് നെഗറ്റീവ് ചാർജസ്, ഈ രണ്ട് ഡൈപോളിൻ്റെയും നെഗറ്റീവ് ചാർജ് ഉള്ളത് ഒറിജിനിലാണ്. ഒറിജിൻ മീൻസ് 0 നെഗറ്റീവ് ചാർജ് ഉള്ളത്. ആൻഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട് D0 ആൻഡ് പോസിറ്റീവ് ചാർജ് D0ലും 0Dയിലുമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്ത് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് വരിക. അതായത് നമുക്ക് രണ്ട് ഡൈപോളാണുള്ളത്, രണ്ട് ഐഡൻറ്റിക്കൽ ഡൈപോൾസ് ആണ്. അതിൽ രണ്ട് ഡൈപോളിനെയും കണ്ടോ, ഇതൊരു മൈനസ് ക്യൂ പ്ലസ് ക്യൂ ചാർജാണ്, ഇതും മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആണ്. രണ്ട് ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജ് ഒറിജിനലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് രണ്ട് ഡൈപോളിൻ്റെയും നെഗറ്റീവ് ചാർജ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണത്തിൻ്റെ D0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ D ഡിസ്റ്റൻസ് മാറിയിട്ട് ആൻഡ് ഒരെണ്ണത്തിൻ്റെ 0D. അപ്പോൾ പോസിറ്റീവ് ചാർജ് D ഡിസ്റ്റൻസിൽ ഒന്നിവിടെ ഇങ്ങനെയാണ് ഉള്ളത്. നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഡൈപോൾ മൊമെൻറ്റ് ഫോർമുല എല്ലാവർക്കും അറിയാം. P ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വരിക. ആൻഡ് ഇവിടെ നമുക്ക് ആദ്യത്തെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് P1 ഇസ് ഈക്വൽ ടു, ഇപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയണം. അതായത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത് എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. സോ ആദ്യത്തെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട്. സോ P1ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. ആൻഡ് P2ൻ്റെ ഡയറക്ഷൻ വരുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജാണ്.
അപ്പോൾ ഇങ്ങോട്ടായിരിക്കും വരിക. സോ P2 ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ P1 നമുക്ക് എങ്ങനെ എഴുതാം? P1 ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെൻ്റ് ഇക്വേഷൻ ചാർജിൻ്റെ ഡിസ്റ്റൻസ് ആണ്. സോ Q ഇൻറ്റു ഡി ഇൻറ്റു ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് അങ്ങോട്ടാണ് വരിക. സോ I ക്യാപ്. സോ ദിസ് ഇസ് P1 ആൻഡ് P2 എന്ന് പറയുന്നത് Q ഇൻറ്റു ഡി തന്നെ വരും. സെയിം ഡൈപോളാണ്, അപ്പോൾ അത് Q തന്നെയാണ്. Q ഇൻറ്റു ഡി ഡയറക്ഷൻ മേളിലോട്ടായതുകൊണ്ട് J ക്യാപ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യാം. P1 പ്ലസ് P2 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? QD കോമൺ എടുക്കാം, ബ്രാക്കറ്റിൽ I ക്യാപ് പ്ലസ് J ക്യാപ്. സോ അതാണ് ഓപ്ഷൻ വരിക. ഐ തിങ്ക് ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ കേസ് സ്റ്റഡിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ച് വായിക്കാം, ഞാൻ കൂടെ വായിക്കാം, ശ്രദ്ധിക്കാം. E1 and E2 are the magnitudes of electric field due to a dipole consisting of charges minus Q and plus Q by a distance 2a at the points R greater than A on its axis and second on equatorial plane respectively. Then E1 by E2. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഡൈപോളും ഉണ്ട് എന്താ പറയുക, ഡൈപോളും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഒന്ന് ആക്സിയൽ പോയിന്റിലെയും ഇക്വറ്റോറിയൽ പോയിന്റിലെയും. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ E1 ഈക്വൽ ടു ആക്സിയൽ പോയിന്റ് ഇക്വേഷൻ എന്താണ്? 1/4πε0 2p by r cube and E2, this is E1 and this is E2 1/4πε0 p by r cube. നിങ്ങൾ എല്ലാവരും ഈ ഡെറിവേഷൻസ് പഠിച്ചതാണ്. E1 എന്ന് പറയുന്നത് 1/4πε0 2p by r cube ആണ്. E2 എന്ന് പറയുന്നത് 1/4πε0 p by r cube ആണ്. സോ രണ്ടിൻ്റെ റേഷ്യോ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. E1 by E2 എന്ന് പറയുമ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എന്താണ്? ഇതെല്ലാം ക്യാൻസൽ ആയി പോവും. സോ ആൻസർ ഇസ് 2/1 അല്ലെങ്കിൽ 2:1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോക്കുക, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക എല്ലാവരും. തേർഡ് വൺ കേസ് ബേസിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. An electric dipole of dipole moment 5 × 10⁻⁸ coulometer is placed in a region of electric field of magnitude 1 × 10⁻³ Newton per coulomb acts at a given instant. അതായത് ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഡൈപോളിനെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ തന്നിരിക്കുന്നത്? 1 × 10⁻³ സോ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൻഡ് ഇലക്ട്രിക് ഫീൽഡിലെ ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ടു ദ ഡൈപോൾ മൊമെന്റ്. അതായത് പിയും ഇയും നമ്മൾ ആംഗിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. ദിസ് ഈസ് ഓൾസോ ആൻ ഈസി ക്വസ്റ്റ്യൻ. ആൻഡ് ടോർക്കിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ടോർക്കിന്റെ ഫോർമുല? ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ടോ ഈക്വൽ ടു PE sin θ. സോ എന്ത് വരും? ടോ ഈക്വൽ ടു PE sin θ. P എന്ന് പറയുന്നത് 5 × 10⁻⁸ ഇൻറ്റു E എന്ന് പറഞ്ഞാൽ 1 × 10⁻³ ഇൻറ്റു sin θ. sin 30 ആണ് തന്നിരിക്കുന്നത്. sin 30 ഈസ് 1/2. ഓക്കെ, സോ ആൻസർ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് 2.5 × 10⁻⁻5 ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആൻഡ് കേസ് ബേസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. An electron is revolving with speed v around the proton in a hydrogen atom in a circular orbit of radius r. Find the magnitude of magnetic dipole moment of electron. ആക്ച്വലി ഇത് ഫോർത്ത് ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഞാൻ പക്ഷേ ഇതിൽ വന്നതുകൊണ്ട് പറയാൻ പോവാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് mu is equal to I × A. mu equal to IA. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ട്രോൺ ഇസ് റിവോൾവിംഗ് വിത്ത് സ്പീഡ് v അറൗണ്ട് എ പ്രോട്ടോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലെ നമുക്കറിയാം ഒരു പ്രോട്ടോണേ ഉള്ളൂ. അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങാണ്. ഇലക്ട്രോൺ ഇസ് റിവോൾവിംഗ് അറൗണ്ട് ദ പ്രോട്ടോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ആൻഡ് അതിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് r. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ ഇലക്ട്രോൺ. നമുക്കറിയാം ഒരു ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ആക്ച്വലി ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുക. ആൻഡ് ചാർജ് മൂവ് ചെയ്യുമ്പം ഇലക്ട്രിക് കറണ്ട് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. സോ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു I × A.
സോ ഐ കണ്ടുപിടിക്കണം. കറണ്ട് എത്ര, ഈ ചാർജ് പോകുമ്പോൾ എത്ര കറണ്ട് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണം. ഏരിയ സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് പൈ ആർ സ്ക്വയർ എടുക്കാം. സോ കറണ്ടിൻ്റെ ഇക്വേഷൻ ആദ്യം പറയാം നമുക്ക്. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഐ ഈക്വൽ ടു, നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഫോർമുല, ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഓക്കെ, ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്ക് ഇ എടുക്കാം. സോ ദിസ് ബിക്കംസ് ഐ ഈക്വൽ ടു ഇ ബൈ ടി. ടൈം തന്നിട്ടില്ല. ഓക്കെ, ടൈം തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇതറിയാലോ എല്ലാവർക്കും. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. ഒരു തവണ അത് റിവോൾവ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2πr. അറിയാലോ, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സോ ഡിസ്റ്റൻസ് ഇസ് 2πr ബൈ വി. അപ്പോൾ ടൈമിന് നമുക്ക് 2πr ബൈ വി എന്ന് കിട്ടും. അതിവിടെ ഇട്ട് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ഇ ഈക്വൽ ടു ഐ ഈക്വൽ ടു ഇ ബൈ ടൈമിന് നമുക്ക് 2πr ബൈ വി എന്ന് കൊടുക്കാം. ഈ വി തിരിഞ്ഞ് മേളിൽ വരും, റെസിപ്രോക്കൽ ആവും. സോ ഇ വി ബൈ 2πr, ഇ വി ബൈ 2πr. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇ വി ബൈ 2πr. സോ മ്യൂ ഈക്വൽ ടു, മാഗ്നറ്റിക് മൊമെൻറ്റിലേക്ക് വരാം. മ്യൂ ഈക്വൽ ടു കറണ്ടിന് പകരം നമുക്ക് ഇ വി ബൈ 2πr ഇൻറ്റു ഏരിയ. സർക്കിളിൻ്റെ ഏരിയ ഇസ് പൈ ആർ സ്ക്വയർ. സോ ഏരിയയ്ക്ക് നമുക്ക് പൈ ആർ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ പൈ ആർ സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസലാവും? പൈ ക്യാൻസലാവും, ഒരു 6 ക്യാൻസലാവും. സോ ഫൈനൽ ആൻസർ ഇസ് മ്യൂ ഈക്വൽ ടു ഇ വി ആർ ബൈ 2. ഇ വി ആർ ബൈ 2. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇ വി ആർ ബൈ 2. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ ആ കേസ് സ്റ്റഡി തന്നെ ലാസ്റ്റ് വണ്ണിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ കേസ് സ്റ്റഡി ചോദിച്ചത് ഡൈപോൾ മൊമെൻ്റ് ആണ്, മാഗ്നറ്റിക് ഡൈപോൾ. ഇതും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്, പക്ഷേ ഒരു സ്ക്വയർ ലൂപ്പിൻ്റെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം നോക്കാം. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 5 cm ക്യാരീസ് എ കറണ്ട് ഓഫ് 2 ആംപിയർ. 5 cm ഉള്ള സ്ക്വയർ ലൂപ്പാണ്. ഓക്കെ, സൈഡ് വരുന്നത് 5 cm ആണ് ആൻഡ് 2 ആംപിയർ കറണ്ടാണ് അതിലേ പോകുന്നത്. സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, എഗെയിൻ മാഗ്നറ്റിക് ഡൈപോൾ ഞാൻ നേരത്തെ ഫോർമുല പറഞ്ഞു, മ്യൂ ഈക്വൽ ടു ഐ എ. അപ്പം ഐ എ ആണ് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. സോ മ്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു എ. സോ മ്യൂ ഈക്വൽ ടു ഐ ഇസ് ഗിവൺ അല്ലേ, ഐ 2 ആംപിയർ ആണ്. ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ എല്ലാവർക്കും അറിയാം, സൈഡ് ഇൻറ്റു സൈഡ്. സോ ഒരു സൈഡ് 5 cm ആണ്. സെൻറ്റിമീറ്റർ ആണ്, മീറ്ററിലോട്ട് മാറ്റണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 10⁻². സോ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ ആണ്. സോ ഇതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക 2 × 5 സ്ക്വയർ 25 × 10⁻⁻4. That is 50 × 10⁻⁻4 or 5 × 10⁻³ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. 5 × 10⁻⁻3. 50 × 10⁻⁻4 ആംപിയർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 5 × 10⁻³ ആംപിയർ മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേസ് സ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PYQ number 4. Define electric field, write its SI unit, derive an expression for electric field due to a point charge at a point. Why must be the test charge be as small as possible? തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇ ഈക്വൽ ടു നമുക്കറിയാം, ഇ ഈക്വൽ ടു ഫോർമുല ഇസ് ഇ ഈക്വൽ ടു F/Q അല്ലേ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. അതിനാണ് നമ്മൾ, നിങ്ങളുടെ ഡെഫിനേഷൻ നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് SI യൂണിറ്റ് വരുന്നത് ഫോഴ്സ് ബൈ ചാർജ്, ദാറ്റ് ഇസ് ന്യൂട്ടൺ പെർ കുളംബ് അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ. 2 യൂണിറ്റാണ് ഓർത്തിരിക്കുക, ന്യൂട്ടൺ പെർ കുളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ. ഇനി അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. Q ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ദാറ്റ് ഓൾസോ യു നോ, ദാറ്റ് ഇസ് 1/4πε0 Q ബൈ R സ്ക്വയർ. ഒരു Q ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാണ്, 1/4πε0 Q ബൈ R സ്ക്വയർ. പിന്നെ why must the test charge be as small as possible? നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ, ശരിക്കും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാറ്? E ഈക്വൽ ടു ലിമിറ്റ് Q ടെൻസ് ടു 0 F/Q. E ഈക്വൽ ടു ലിമിറ്റ് Q ടെൻസ് ടു 0. വെറുതെ F/Q എന്നല്ല,
Q tends to 0, F by Q. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. വൈ ദാറ്റ് ചാർജ് ഇസ് വെരി സ്മോൾ. ടെസ്റ്റ് ചാർജ് നമ്മൾ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ ഒരു ക്യൂ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വേറൊരു യൂണിറ്റ് ചാർജ് വേറൊരു ചെറിയൊരു ഇപ്പോൾ ഒരു ക്യൂ ചാർജ് കൊണ്ടുള്ള ഒരു ക്യൂ ചാർജ് വെച്ചിട്ട് അതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് ചാർജാണ് യൂസ് ചെയ്യുക. ആ ടെസ്റ്റ് ചാർജിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. പക്ഷേ ആ ടെസ്റ്റ് ചാർജ് വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനിവിടെ നിൽക്കാൻ പറ്റില്ല. ആ ഒരു ഫോഴ്സ് കാരണം അത് അതിൻ്റെ പൊസിഷൻ മാറും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ ഈ ടെസ്റ്റ് ചാർജ് എന്താക്കി വെക്കും, ഇൻഫിനിറ്റിസിമലി സ്മോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ചാർജായിട്ട് കീപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ റീസൺ. അതായത് ഈ എന്താ പറയുക, ഈ ക്യൂ ചാർജിൻ്റെ പൊസിഷൻ ഫിക്സ് ആവില്ല. മറ്റേ വലിയ ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പിൾ ചെയ്യും. സോ അതിൻ്റെ പൊസിഷൻ അവിടെ നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചാർജായിട്ട് ചെറിയ ചാർജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ Q tends to 0 എന്ന് എഴുതിയിരിക്കുന്നത്. വളരെ ചെറിയൊരു ചാർജിലേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഇനി അടുത്തതൊരു സോ ദാറ്റ് ഈസ് തിയറി ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് അതിൻ്റെ സബ്സെഷൻ വരുന്നത് an electron and an alpha particle both are kept in the same field E equal to E1I plus E2J. ഒരു ഇലക്ട്രോണും ഒരു ആൽഫ പാർട്ടിക്കിളും. ഇലക്ട്രോൺ നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയ ആണ്. ഓക്കെ, സോ ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്, ആൻഡ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2 ഇലക്ട്രോൺസ് ആണ്. അതിൻ്റെ 2 പ്രോട്ടോൺസ് 2E ആണ് വരിക. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2E ആണ് വരിക. ഓക്കെ, സോ ഈ 2 പാർട്ടിക്കിൾസ്, ഒരു ഇലക്ട്രോണും ആൽഫ പാർട്ടിക്കിളും ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദം. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക. സിമ്പിളാണ്. F ഈക്വൽ ടു എന്താ ഫോർമുല, F ഈക്വൽ ടു QE. ഓക്കെ, അപ്പം ഞാൻ അത് സൊല്യൂഷൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അതായത് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോണിനെയും ആൽഫ പാർട്ടിക്കിളിനെയും വെക്കുകയാണ്. അപ്പം ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്, മാസ് വരുന്നത് ME ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞു ഹീലിയം ന്യൂക്ലിയ ആണ്. സോ 2 പ്രോട്ടോൺസ് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ Q ഈക്വൽ 2E വരും ചാർജ്. മാസ് നമുക്ക് M ആൽഫ എന്നെടുക്കാം, ആൽഫ പാർട്ടിക്കിൾ ആയതുകൊണ്ട്. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഈ 2 പേരെയും ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക. F ഈക്വൽ ടു QE. ഇതാണ് ഫോർമുല. Q എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്, ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. സോ E ഇൻറ്റു ഇത് കൊടുക്കുക. ആൻഡ് ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസിലാണെങ്കിൽ F ഈക്വൽ ടു QE. Qൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് 2E ആണ്, ബിക്കോസ് ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് 2E ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് കൊടുക്കുക. ഓക്കെ, ഇനി ആക്സിലറേഷൻ അവർ ചോദിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, F is equal to MA എല്ലാവർക്കും അറിയാം. സോ A equal to F by M. ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സിന് നമ്മൾ ഇത് കൊടുക്കുക, അതിൻ്റെ ഡിവൈഡഡ് ബൈ മാസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും അതെ, ഫോഴ്സ് ഈ കിട്ടിയിരിക്കുന്ന ഫോഴ്സിനെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. മാസിൻ്റെ വാല്യൂസ് ഒന്നും എഴുതണ്ട, ME ആൻഡ് M ആൽഫ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. സോ വി ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 4 ചാർജസ് 1 മൈക്രോകൂളം, -2 മൈക്രോകൂളം, 1 മൈക്രോകൂളം ആൻഡ് -2 മൈക്രോകൂളം are placed at the corners of a square ABCD of side 30 cm. So ഞാൻ സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആൻഡ് 1 ABCD 1 മൈക്രോകൂളം, -2, 1 ആൻഡ് -2. ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിൽ 4 ചാർജ് വെച്ചിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ 4 മൈക്രോകൂളം പ്ലേസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു 4 മൈക്രോകൂളം വെച്ചിട്ടുണ്ട്. സോ ദിസ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, അതായത് ഇതുകൊണ്ട് ഇവിടെ ഫോഴ്സ് ഉണ്ടാവും, ഇതുകൊണ്ടുണ്ടാവും, ഇതുണ്ടാവും, എല്ലാം കൂടെ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ കണ്ടുപിടിക്കണം, ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഫോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡയറക്ഷൻ നോക്കുക. ആദ്യം എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ഈ ചാർജ് കൊണ്ട് 1 മൈക്രോകൂളം ചാർജ് കൊണ്ട് 4 മൈക്രോകൂളം ചാർജിലുണ്ടാകുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എത്രയല്ല, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇത് രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇത് കമ്പാരിറ്റീവ്ലി കൂടുതൽ പോസിറ്റീവ് ആരാണോ അയാളെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, പോസിറ്റിവിറ്റി കുറഞ്ഞ ആൾ ആരാണോ അല്ല നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പോസിറ്റീവാണ് ദാൻ ദിസ്. അപ്പം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഫോഴ്സ് വരിക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് നമുക്ക് സെൻറ്ററിന് 3 പേര് കൊടുത്താൽ എലോങ് OA ആയിരിക്കും അല്ലേ, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, F1 is along OA. ഇനി സിമിലർലി വെർട്ടിക്കലി നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളെ നോക്കുക. ഇതും അതെ 4ഉം 1ഉം തമ്മിലുള്ള ഫോഴ്സാണ്. ആൻഡ് ഡിസ്റ്റൻസ് ഇതേ ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയതുകൊണ്ട്
direction is along OC. So this is F2. ഓക്കെ അല്ലേ, അത് F2. ഓക്കെ, അപ്പം F1 F2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഈക്വൽ ആണ്. കാരണം ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. അപ്പോൾ 4ഉം 1ഉം തമ്മിൽ ചാർജിൻ്റെ ഫോഴ്സ് ആണ് ആൻഡ് ഡിസ്റ്റൻസ് സെയിം ആണ്. സോ ഇത് തമ്മിലെ ഫോഴ്സും ഇത് തമ്മിലെ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്ത് പറ്റും, രണ്ടും കൂടെ മൈനസ് ചെയ്യും, രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പം ഇതിനെ കൊണ്ട് ഇവിടെയും ഇതിനെ കൊണ്ട് ഇവിടെയുള്ള ഫോഴ്സ് 0 ആയിരിക്കും. ടോട്ടൽ ഫോഴ്സ് തീർന്നു. ഇനി അടുത്ത ഇത് നോക്കാം നമുക്ക്. -2ഉം 4ഉം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സോ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ്, സോ ടുവേർഡ്സ് OD. ആൻഡ് ഇവിടെ നോക്കുക 4ഉം -2ഉം. സോ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ്, അതെന്തായിരിക്കും, ടുവേർഡ്സ് OB ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നമുക്ക് F3 പേര് കൊടുക്കാം, F3 ആൻഡ് F4. സോ ഹിയർ ഓൾസോ F3 ആൻഡ് F4 ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞു F1 is equal to -F2. F1 F2 ഈക്വൽ ആണ്, ബട്ട് ദേ ആർ ഓപ്പോസിറ്റ്, അതുകൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോയി. അതേപോലെ തന്നെ F3യും F4ഉം F3 is equal and opposite to F4. F3 is equal to -F4. F3യും F4ഉം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അതും ക്യാൻസൽ ആയിപ്പോവും. സോ ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ 4 microcoulomb charge at the center of the square is 0. അതായത് അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ല, ബിക്കോസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ ഇപ്പോൾ 0 ആയിപ്പോൾ. ഓക്കെ, ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. 3 charges 1 picocoulomb each are kept at the vertices of an equilateral triangle of 10 centimeter. Find the net electric field at the centroid of the triangle. അപ്പോൾ 3 ചാർജസ്, നേരത്തെ സ്ക്വയറിലായിരുന്നു, സ്ക്വയറിൻ്റെ കോർണേഴ്സിലായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ 3 ചാർജസ് നമ്മളൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ കോർണേഴ്സിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 3 ചാർജും കൊണ്ട് അതിൻ്റെ സെൻട്രോയിഡിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു. 1 picocoulomb ചാർജിനെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസിൽ വെക്കുകയാണ്. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്, 10 centimeter ആണ് സൈഡ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 3 ചാർജ് കൊണ്ട് സെൻട്രോയിഡിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യണം, അതിൻ്റെ ഡയറക്ഷൻ നോക്കണം, എന്നിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നേരത്തെ പറഞ്ഞ പാരലോഗ്രാം ലോ ഒക്കെ ഉപയോഗിച്ച് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഇവിടെ ഇത് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആകുമ്പം സെൻട്രോയിഡിലേക്ക് നമ്മൾ സെൻട്രോയിഡ്, അതിന് മുന്നേ എന്താണ് വോട്ട് ഈസ് സെൻട്രോയിഡ്? സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടിസസ് നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മീഡിയൻ, അതായത് ഈ എല്ലാ ട്രയാങ്കിൾസിൻ്റെയും മീഡിയൻ ആണ്, മീഡിയൻ ജോയിൻ ചെയ്യുന്ന മീഡിയൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ 3 സെൻട്രോയിഡാണ്, മീഡിയനും കൂടി ഇൻ്റർസെക്ട് ചെയ്ത് സെൻട്രോയിഡാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. സോ എ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എ കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആകുമ്പം എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. സോ നേരെ താഴത്തോട്ടാണ് വരിക, ഇങ്ങോട്ടാണ് വരിക EA. ഓക്കെ, ആൻഡ് ബി കൊണ്ട് ഉണ്ടാകുന്നതും എവേ ഫ്രം ദ ചാർജ് ആണ്. സോ EBയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. ആൻഡ് സി കൊണ്ട് ഉണ്ടാകുന്നതും എവേ ഫ്രം ദ ചാർജ് ആണ്. സോ ECയുടെ ഡയറക്ഷനും ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ ഈ വെക്ടർ സെപ്പറേറ്റ് പുറത്തെടുത്ത് വരയ്ക്കാം. അതായത് EA താഴത്തോട്ട്, EB ഇങ്ങോട്ട് വരും, EC ഇങ്ങോട്ട് വരും. ഓക്കെ, EC ഇങ്ങോട്ട് വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഇതാണ് നമ്മുടെ 3 വെക്ടേഴ്സ്. ഇനി ഈ 3 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കാരണം എന്താ, ഇത് ഇവിടെ ഉണ്ടാക്കുന്ന, ഇത് 1 picocoulomb ചാർജാണ്, ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആണ്. കാരണം ആ സെൻറ്ററിൽ നിന്ന് ചാർജിലേക്കുള്ള ദൂരം എല്ലായിടത്തും സെയിം ആണ്, ഈ ഡിസ്റ്റൻസ് എല്ലായിടത്തും സെയിം ആണ്. സോ മാഗ്നിറ്റ്യൂഡ് 3 എണ്ണത്തിൻ്റെയും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നോക്കണം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ECയുടെയും EBയുടെയും റിസൾട്ടൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പാരലോഗ്രാം ലോ ഉപയോഗിച്ചിരുന്നു, അത് ചെയ്താൽ മതി. പാരലോഗ്രാം ലോ പറയുന്നത് R = A² + B² + 2AB cos θ. θ ആദ്യം അറിയണം. സോ we have to find the angle between EB and EC. ഓക്കെ, അപ്പം ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി നോ ദാറ്റ് ദിസ് ഈസ് 60 degree ആൻഡ് മീഡിയൻ ആണ് വരച്ചിരിക്കുന്നത്. ആൻഡ് എക്സാക്ട്ലി മിഡ് പോയിന്റിലേക്കാണ് വരയ്ക്കുക. സോ ദിസ് ഇസ് സെയിം ആസ് ഓൾട്ടിറ്റ്യൂഡ്. ഇത് 90 degree വരും.
ആൻഡ് ഇതും 90 ഡിഗ്രി വരും. സോ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ കംപ്ലീറ്റ്ലി എടുക്കുകയാണെങ്കിൽ ഇത് 90, ഇത് 90, ഇത് 60. സോ ബാക്കി റിമൈനിങ് ഇസ് ടോട്ടൽ 360 ആണ്. സോ ബാക്കി വരുന്നത് 120 ഡിഗ്രി ആണ്. സോ തേറ്റ നമുക്ക് 120 ആണ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് സിയും ബിയും തമ്മിൽ റിസൾട്ടൻ്റ് ആണ്. സോ ഇ സി ബി ദാറ്റ് ഈസ് റൂട്ട് ഓഫ് നമുക്കറിയാം ഇ സി സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ സി ഇൻറ്റു ഇ ബി ഇൻറ്റു കോസ് 120. നേരത്തെ പറഞ്ഞ പാരലോഗ്രാമിലോ. ഓക്കെ, ഇനി ഇ സിയും ഇ ബി ഒക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇ സിയും ഇ ബി ഒക്കെ സെയിം ആഫ് ദാറ്റ് ഓഫ് ഇ എ ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഇ എന്ന് പേര് കൊടുക്കാം. അപ്പം ഇ എ സ്ക്വയർ പ്ലസ് ഇ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ എ ഇൻറ്റു ഇ എ ഇൻറ്റു കോസ് 120. കോസ് 120 ഈസ് മൈനസ് 1/2. 2 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ എ സ്ക്വയർ പ്ലസ് ഇ എ സ്ക്വയർ ദാറ്റ് ഈസ് 2 ഇ എ സ്ക്വയർ. പിന്നെ ഇ എ ഇൻറ്റു ഇ എ സ്ക്വയർ ഒരു മൈനസും കൂടിയുള്ളത് മൈനസ് ഇ എ സ്ക്വയർ എന്ന് കിട്ടും. സോ 2 ഇ എ സ്ക്വയർ മൈനസ് ഇ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ എ സ്ക്വയർ. ഇ എ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇ എ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ദ റിസൾട്ടൻറ്റ്, അതായത് ഇ സിയുടെയും ഇ ബിയുടെയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, എക്സാക്ട്ലി ഇങ്ങോട്ടാണ് വരിക. ആൻഡ് ആ റിസൾട്ടിൻ്റെ എത്രയാണെന്ന് നമുക്ക് കിട്ടിയത്? ഇ എ എന്ന് കിട്ടി. അപ്പം ഇ സിയുടെയും ഇ ബിയുടെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇ എ ആണ്. സോ ദിസ് ഈസ് ഇ എ. ഇനി ബാക്കിയുള്ളത് താഴത്തോട്ടാണ്. താഴത്തോട്ട് എന്താ ഉള്ളത്? അതും ഇ എ ആണ്. അപ്പം ഇതും ഇ എ ഇതും ഇ എ, രണ്ട് ഇ എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ എന്തായിപ്പോൾ? ക്യാൻസൽ ആയിപ്പോൾ. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഒ ഓർ ദ സെൻട്രോയിഡ് ഇസ് 0. ഓക്കെ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടിൻ്റെ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോൾവ് ചെയ്തപ്പോൾ ഇ എന്ന് കിട്ടി. അപ്പം ഇതും ഇ എ ഇതും ഇ എ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ. ഇനി ഇവരുടെ രണ്ടുപേരുടെ റിസൾട്ട് നോക്കണം. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോൾ. സോ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ഇവിടെയും അതെ, സെൻട്രോയിഡിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, അപ്പം പോസ്റ്റ് ചെയ്ത് ആൻസർ നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്, ഇന്നിവിടെ നിർത്തുകയാണ്. ബാക്കി ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ 2024 ഇപ്പോൾ 2024 തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. 2025 2019 തൊട്ടുള്ള കവർ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഒരുപാട് വീഡിയോസ് എടുക്കേണ്ടി വരും, വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് സെക്ഷനിലൂടെ ഉറപ്പായിട്ടും അറിയിക്കണം. കാരണം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സ്റ്റുഡൻസിന് നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ see you in next class. Bye.